തമ്പി സാറൊന്ന് ഇറങ്ങിക്കേ. എന്താടാ മഹി? എന്താന്നോ, കഴിഞ്ഞ ദിവസം താൻ ഞങ്ങൾക്ക് ഇട്ടൊന്ന് ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ കളിയിൽ ജയം നിങ്ങൾക്കല്ലേ? ജയം തോൽവിയൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്കിപ്പോ ഒരു പുതിയ പാർട്ട്ണറെ കിട്ടിയെന്ന് കേട്ടല്ലോ. ഈ പട്ടണത്തിന്റെ ചരടുവലിക്കാരൻ മഹീന്ദ്രവർമ്മയ്ക്ക് ഒരു പിഴവ് പറ്റി. കമ്മീഷണർ സാജൻ ജോസഫിനെ തീർക്കാൻ നിങ്ങൾ കളിച്ച കളി, ഇതിന്റെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന് തനിക്ക് ഊഹിക്കാൻ കഴിയില്ല മഹീന്ദ്ര. പോട്ടെ പോട്ടെ പോട്ടെ. എനിക്കിട്ട് കളിച്ച സാജൻ ജോസഫിനെ ചെറുവിരൽ കൊണ്ടുപോലും നോവിക്കാതെ തീർത്തവനാ ഞാൻ ഈ മഹേന്ദ്രൻ. അത് നിന്റെ ഓർമ്മയിലിരുന്നോട്ടെ. വാടാ. ഡാ അവിടെ തന്നെ. എന്താ നിന്റെ ഉദ്ദേശം? ഇന്നലെ എന്തായിരുന്നു രശ്മിയുമായി റോട്ടിൽ വെച്ച്? ഓ, ഇവിടെ എത്തിയോ പരാതി? എടാ, പെൺകുട്ടികളോട് അല്പം മര്യാദയോട് കൂടി സംസാരിക്കും. എന്തിനു മര്യാദ? നിങ്ങൾ എല്ലാരും കൂടിയല്ലേ പറഞ്ഞത് അവൾ എനിക്കുള്ളതാണെന്ന്. എന്നിട്ടിപ്പോ അവള് വേറൊരുത്തന്റെ കൂടെ ചുറ്റണ കണ്ട എനിക്ക് ചോദിച്ചൂടെ? എടാ, ചോദിക്കാം, പക്ഷേ അതിങ്ങനെയാണോ? എടാ, പെൺകുട്ടിയുടെ സ്നേഹം കിട്ടണമെങ്കിൽ കുറച്ച് സൗമ്യമായി സംസാരിക്കണം. ആരോട് പറയാൻ? ഇങ്ങനെ കലിതുള്ളി നടന്നാൽ അവളെന്നല്ല ഒരു പെൺകുട്ടി നിന്നെ അംഗീകരിക്കില്ല. എന്താ സാറേ, എന്താ പറ്റി? ഞങ്ങൾ നോക്കണോ? ചെറിയൊരു മിസ്സിങ്. ആ, ഇത് ചെറിയ മിസ്സിങ് ഒന്നല്ലല്ലോ സാറേ. അടക്കടാ. മാറിയടാ. രശ്മിയുടെ അച്ഛനല്ലത്? അതെ, ഇറങ്ങടാ. സാർ ഒന്നുമില്ല, ഹോസ്പിറ്റലിൽ പോകാം, വാ. അല്ല സാറേ, കേസൊന്നും വേണ്ടെന്ന് മഹി പറയണത്. ആ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ആ, ഓക്കെ സാർ. ആരടാ? SP ആ. ഇത്രയൊക്കെ ചെയ്യാൻ മാത്രം അയാളെ നിങ്ങൾ എന്താ ചെയ്തേ? ചിലതൊക്കെ അങ്ങനെയാടോ. ഇതൊന്നും കണക്ക് നോക്കിയിട്ടല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലതൊക്കെ തിരിച്ചു കിട്ടും.
ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ആളുകളെ ശത്രുക്കളാക്കിയിട്ടുള്ള പരിപാടി നിർത്താൻ. സംഗതി പുറത്തുനിന്നുള്ള കൊട്ടേഷനാ. തമ്പിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അതിന്റെ പുറകെ പോണ്ട. എന്തായാലും ആ കുട്ടികൾ കൃത്യസമയത്തിന് എത്തിയത് ഭാഗ്യം. ആരോട് പറയാനാ ശങ്കരേട്ടാ? ഇനി പറഞ്ഞാൽ തന്നെ ആര് കേൾക്കാൻ? എന്നാൽ ഇത് പാരാ ചെയ്യിച്ചേ? ആരായാലും അവരൊന്നും വിചാരിച്ചാൽ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. അത് അത്രയ്ക്കൊന്നുമില്ല മേറെ. ഏതോ പിള്ളേരെ ഇടയ്ക്ക് വന്ന് ചാടിയില്ലായിരുന്നുവെങ്കിൽ നമ്മളൊരു റീത്തുമായി പോകേണ്ടി വന്നേ. ഇത് മേഡ് അറിയോ? ഇത് നമ്മൾ ചെയ്യിപ്പിച്ചതാണെന്നായിരിക്കും അവർ കരുതിയിട്ടുണ്ടാവുക. അത്രയ്ക്ക് വിഡ്ഢിയല്ലടോ മഹീന്ദ്രൻ. പണിയുടെ തരമറിഞ്ഞ് ആളെ കണ്ടുപിടിക്കാൻ കഴിവുള്ളവനവൻ. ഏതായാലും ഇനിയുള്ള കളികൾ നമുക്ക് ഗാലറിയിൽ ഇരുന്ന് കാണാം.